എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. അപേക്ഷ വിളിച്ചിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണ്. തസ്തിക വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 22 ആണ്. ആകെ വേക്കൻസി വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ 7 വേക്കൻസി, കോൺസ്റ്റബിൾ 44 വേക്കൻസിയാണുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ അൺറിസർവ്ഡ് 2, SC ഇല്ല, ST 3, OBC 1, EWS 1, ടോട്ടൽ 7 വേക്കൻസി. കോൺസ്റ്റബിൾ അൺറിസർവ്ഡ് 17, SC 7, ST 7, OBC 7, EWS 6, ടോട്ടൽ 44 വേക്കൻസിയാണുള്ളത്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെയാണ്. ഇനി കോൺസ്റ്റബിൾ ആണെങ്കിൽ ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി പ്രായപരിധിയും ക്വാളിഫിക്കേഷനും നോക്കാം. ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണെങ്കിൽ പ്രായപരിധി 18 മുതൽ 25 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ITI വിത്ത് 3 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ദ ട്രേഡ് ഇൻ എ റെപ്യൂട്ടഡ് വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഒന്നുകിൽ +2, കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക്, അല്ലെങ്കിൽ ITI വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക വരുന്നത് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്, കൂടാതെ ITI ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയും, OBC കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഹൈറ്റ് വേണ്ടത് 170 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് എക്സ്പാൻഡഡ് 85 സെൻറ്റിമീറ്റർ, അൺഎക്സ്പാൻഡഡ് 80 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഐസൈറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ട സൈറ്റ് recruitment.itbpolice.nic.in ആണ്. താല്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് OBC EWS കാറ്റഗറിക്ക് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി 22 ആണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് 1.6 കിലോമീറ്റർ റേസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ് ആണ് വരുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്നത് ഹൈറ്റ്, ചെസ്റ്റ്, വെയ്റ്റ് മെഷർമെൻ്റ് ഒക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് നോക്കാം. എല്ലാ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോവുക. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. SC ST OBC കാറ്റഗറി ആണെങ്കിലും EWS കാറ്റഗറി ആണെങ്കിലും അതാത് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം. നിങ്ങളുടെ 4 ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. റിട്ടൺ എക്സാമിനേഷൻ വരുന്നത് 100 മാർക്കിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് സബ്ജക്ട്സ് എന്ന് നോക്കാം. ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, ഹിന്ദി ഓർ ഇംഗ്ലീഷ്, ട്രേഡ് റിലേറ്റഡ് തിയറി, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്.
ഫേസ് 3യിൽ വരുന്നത് പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് ആണ്. 50 മാർക്കിനാണ് വരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫോൾട്ട്, റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്ട്സ്, ഹാൻഡ്ലിംഗ് ഓഫ് ടൂൾസ്, ഇത്രയാണ് ചെക്ക് ചെയ്യുന്നത്. 50 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ITBP പോലീസ് ഫോഴ്സിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കോൺസ്റ്റബിൾ, മോട്ടോർ മെക്കാനിക്, ഹെഡ് കോൺസ്റ്റബിൾ, മോട്ടോർ മെക്കാനിക്കാണ് തസ്തിക വരുന്നത്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.